ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂആർട്ട് ബൈ റിനു. അപ്പോൾ ഇന്ന് ഉമ്മ പഠിച്ചിരുന്ന സ്കൂളിലെ ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഉമ്മ മാത്രമല്ല പാലുവായുള്ള എല്ലാവരും അവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. ശ്രീ ചന്ദ്രശേഖർ ഓമന ടീച്ചർ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ നല്ലൊരു മൂവ്മെന്റ് നടന്നിരിക്കാൻ അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല കുട്ടികളും രക്ഷിതാക്കളും ഓമന ടീച്ചർ പറഞ്ഞു, ഓമന ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ദേവവാക്യമായിട്ടാണ് പലർക്കും പ്രകടിപ്പിച്ച് കേട്ടിട്ടുള്ളത്. അപ്പൊ കുട്ടികളുടെ മാത്രം കഴിഞ്ഞിട്ടുണ്ട് ഓമന ടീച്ചർ കഴിഞ്ഞത്. ഓമന ടീച്ചർ പാലക്കാടാണെന്ന് വിചാരിച്ചത് അല്ലേ? പാലക്കാട് ഓമന ടീച്ചറിന് മാത്രം അഡ്രസ് അറിയുള്ളൂ തോന്നണം എനിക്ക്. എന്നിട്ടും നമ്മുടെ അഫ്സലും ടീമും പാലക്കാട് കയറി അവിടെ പോയി തപ്പിപ്പറക്കി ഓമന ടീച്ചർ ഇവിടെ എത്തിച്ചു. അത് ഭയങ്കര ശ്രമകരമായ വഴിയാണ്. പലപ്പോഴും ഈ പ്രായത്തിന്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആരും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിനൊന്നും ഓടി വരാൻ തയ്യാറാവില്ല. അവരൊക്കെ എന്തെങ്കിലും കഴിവ് പറഞ്ഞ് ഒഴിയും. പക്ഷെ അതൊന്നും പ്രകടിപ്പിച്ചില്ല. ഓമന ടീച്ചർ നമ്മുടെ യോഗപൂർവ്വം സ്വാഗതം ചെയ്യും. ഇതാണ് നമുക്ക് അതെല്ലാം പരിചയപ്പെടുത്താനുള്ളത്. അതിന് പുറമെ ഇതിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കണം. എന്നെ അഫ്സലാണ് വിളിച്ചത്. പക്ഷേ നമുക്ക് നമ്മുടെ വിദ്യാലയത്തിലൊന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചത് ഒരു അവസരമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ മോട്ടീവ് എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം നീക്കുന്നൊരാ മരമൊന്നൊരുത്തുവാൻ മോഹം മരമൊന്നൊരുത്തുവാൻ മോഹം. ആ മോഹവുമായി ഇവിടേക്ക് കടന്നു വന്ന എല്ലാവരെയും, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വിദ്യാലയത്തിലെ ഒരു കുഞ്ഞായി പോലും ആണെന്നറിഞ്ഞു പോലും ഈ വിദ്യാലയത്തിലെ പാരമ്പര്യവും യശസ്സും ജീവനും നിലനിർത്താൻ വേണ്ടി തൻ്റെ മകളെ ഇങ്ങോട്ട് പറഞ്ഞു അയച്ച ബാബുട്ടനെ പ്രത്യേകം സ്മരിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും മകള് പേര് ശിശിര, അവള് മുല്ലശ്ശേരി വിദ്യയിലെ 41 വിദ്യാലയങ്ങളുണ്ടായിരുന്ന വിദ്യാലയങ്ങളിലെ മലയാളത്തിലും ഇംഗ്ലീഷിലും ആക്ഷൻ സോങ് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ കൊച്ചു മകളാണ്. മത്സരത്തിൽ അഭിനന്ദിക്കുന്നു. തുടർന്ന് ചടങ്ങുകളിലൂടെ നമുക്ക് കടക്കാം. അധ്യക്ഷ പ്രസംഗത്തിനായി യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ അഫ്സൽ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ചന്ദ്രശേഖർ, നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള കലാകാരി സുസ്മിത, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സേവിയ മാസ്റ്റർ. നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചിന്ത എന്താ പറയുക, ഞാനും ജയ്പൂറും കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒരു തോന്നുന്നു. 4 വർഷം കൊണ്ട് നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. അന്ന് ശ്രമിച്ചെങ്കിലും കൂടെ അതൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ ഒരു ചിന്ത വന്നപ്പോൾ നമ്മളെടുത്തൊരു തീരുമാനം എന്താ വെച്ചാൽ, ആദ്യം നമുക്ക് സ്കൂളിലേക്ക് പോകാന്നുള്ളതാണ്. സ്കൂളിൽ വന്നു. ഈ വരുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞത്, ചെയ്യുന്നുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് നടക്കില്ല. ആ വരവ് വന്നു. നേരെ ജെസി ടീച്ചറുടെ അടുത്ത് വന്ന് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ജെസി ടീച്ചർ അറിയുന്നത് ഞങ്ങൾ പാലക്കാട് നെന്മാറെത്തി ഓമന ടീച്ചറെ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോ എല്ലാ ടീച്ചർമാരുടെ അടുത്ത് എത്തി. കുര്യൻ സാറ് നമ്മളടുത്ത് പറഞ്ഞു, എനിക്കൊരു അത്ഭുതമാണ് തോന്നിയെന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ എല്ലാ ടീച്ചർമാരെയും കണ്ടെത്തി. പിന്നെ അത് നടത്തുക എന്നുള്ള ഉദ്ദേശമായി സാഹിത്യമാശമായിട്ട് ബന്ധപ്പെട്ടു. നമുക്കറിയാവുന്ന ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 10-15 പേര് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി.
അത് അറിയാവുന്ന ലൈലത്ത, അതുപോലെ തന്നെ നാസർട്ട്, അവരൊക്കെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താ പറയാ ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലായിരുന്നു ഇവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തത്. ഒരുപാട് ഇതോടല്ല പറയുന്നത്, ഇവിടെയുള്ള രക്ഷിതാക്കളോടാണ് പറയുന്നത്. നമ്മുടെ അയൽപ്പക്ക സ്കൂളുകളുടെ അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മറക്കരുത്. നമ്മുടെ കുട്ടികളെ അയൽപ്പക്ക സ്കൂളിൽ 4ാം ക്ലാസ്സിലൂടെ പഠിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കുകയും ഈ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. വലിയ കാര്യമാണ്. നിങ്ങളൊക്കെ പഠിച്ചിട്ട് ഇവിടെ നിന്നാണ് പഠിച്ചിട്ടാണ് വലിയ ആളുകളായി മുഴുവൻ അല്ലേ? ഈ സ്കൂളിൽ നിന്ന് പഠിച്ചവരൊക്കെയാണ് പ്രമുഖരായ ആളുകൾ. ഈ കോളേജിൽ നിന്ന് പഠിച്ച ആൾക്കാർ കേരളത്തിൽ മുഴുവൻ പഠിച്ച ആൾക്കാർ അറിയില്ല. ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന കോവിലിനെ പോലെയുള്ള ആളുകൾ ഈ കോളേജ് താമരച്ചന്തം ഏനുണ്ടോടി മാരിച്ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലെന്റെ പൊന്നാരപ്പൂക്കുയിലേ. ഇപ്പൊ വിചാരിക്കുന്നുണ്ട് ഈ പാട്ട് ഇങ്ങനെ പാട്ടല്ലേ സിത്താര നന്നായിട്ട് പാടിയിട്ട് സിത്താർക്ക് സ്റ്റേറ്റ് അവാർഡ് എനിക്ക് പാട്ടാണത് അല്ലേ? എന്റെ എന്തൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എനിക്ക് ബ്രഹ്മാന്ത പുരസ്കാരം എനിക്ക് ദിവസത്തിൽ കിട്ടിയത് പാട്ട് എഴുതിയിട്ട്. അതുപോലെ ഉറുമിയിലെന്റെ 3 പാട്ടുണ്ട്. ആരാന്ന ആരാന്ന ഒത്തുകിരിക്കുന്നത് ആരാന്ന തീയാടാൻ തിറയാടാൻ മാണിക്കാവിൽ ഉറങ്ങാടാൻ ഓനന്നേ ഓനന്നേ കുട്ടിന് വന്നത് ഓനന്ന് ഒന്നൊരു പോയോരും ചോര പൊടിച്ചൊരു മണ്ണാണ് കതിരെല്ലാം കെട്ടണ കെട്ടണ വാതിരല്ല പാക്കട പാക്കട നിറവറായ പഞ്ചനത്തിന്താരോ. പിന്നെ പൃഥ്വിരാജിന് പാട്ട് പാടിയിട്ടുണ്ട്. അതിനാണ് ഗായകനായി. വടക്ക് വടക്ക് കൊട്ടണ കൊട്ടാണ് തെക്ക് തെച്ചോടും വെക്കണം കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവോ. ഇതിന് വളരെ ഫോക്കായിട്ടുള്ള പ്രബുദ്ധ പൂമാന പന്തേലി കേട്ടല്ലേ പാട്ടൊക്കെ? അതുപോലെ ദുൽഖറിന്റെ ആഴ്ചപ്പാടായിട്ടുള്ള സെക്കൻഡ് ഷോ നീലാകാശം പച്ചക്കടല്, അതുപോലെ വിക്രമായത്തിൽ മാനത്തെ ചന്ദന കീറ് അവളാരിലും ആരിലും ചേര് പെണ്ണൊന്നൊരുമ്പിട്ട് നിന്നാൽ ആണിലും മേലിൽ അടീറ്. കുറുപ്പത്തിൽ അതിനോട് പാതിരക്കാലം തിക്കാറ്റും വന്നാടുന്ന് കാണാത്ത തീരത്തോ രാവില്ല അവിടെ അങ്ങനെ കുറെ പെട്ടെന്ന് റീൽസ് ആയിട്ട് വന്നിട്ടുണ്ടോ? അതുപോലെ പകത്തിന്റെ ആയിട്ടുള്ള ചാപ്പാക്കുറിച്ചിലെല്ലാം പാട്ട് എഴുതിയിട്ടുണ്ട്. 24 പ്രവർത്തനത്തില് പാട്ട് എഴുതിയിട്ടുണ്ട്. സപ്തസ്ത്രീ തസ്കര അങ്ങനെ കുറെ പാട്ട് പടങ്ങൾ. പിന്നെ സക്രിയയുടെ ഗർഭിണികൾ വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിടി നൊന്ത് പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ കിലും കിലും താളമായി കണ്ണ കണ്ണേ നിന്നെ കാണാൻ വന്നു ഞാന്. അഭിമാനം കേട്ടോ. അങ്ങനെ കാലം അറുതി വരുത്തി മധുരം തന്നൊരു പ്ലാവ് കഞ്ഞി കുടിക്കാൻ ആദ്യം കുത്തിയ പ്ലാവിലയും തന്നു. ഉണ്ണിപ്പുരയിൽ വെച്ചു കളിക്കാൻ പാത്രങ്ങൾ തന്നു. പോലീസായി ഗമയിൽ ചമയാൻ തൊപ്പിയെനിക്ക് ഒളിച്ചു കളിക്കാൻ ഊഞ്ഞാലാടാൻ തുണയായി തണലായി. ആദ്യമുഴുത്തൻ നാട്ടുങ്ങൾക്ക് ഇലകൾ അമൃതായി. എൻ പാട്ടിനു പാടിയെടുത്തോർക്കെല്ലാം അഭയം നീയായി. ഓർത്തു വരുമ്പോൾ ബാല്യം മുഴുവൻ പടർന്നേ നിൽപ്പൂ നീ. ഓർക്കുവതെന്തിനു പഴയവ ചെറിയവ പുത്തൻ കാലത്തിൽ. ഓർക്കുവതെന്തിനു പഴയവ ചെറിയവ പുത്തൻ കാലത്തിൽ. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ? പ്ലാവില കൊണ്ട് കഞ്ഞി പിടിച്ച കാലം, പ്ലാവില കൊണ്ട് വെച്ചിങ്ങനെ കൊണ്ട് വണ്ടി ഉണ്ടാക്കിയ കാലം, ഈർക്കിൽ കൊണ്ട് കണ്ണാട വെച്ച് ഗമയില് പോയിരുന്ന കാലം, ഓലപ്പീറ്റി ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ശബ്ദം, ശരിയായ ശബ്ദം വന്നവരുടെ ആൾക്കാരെ നമ്മളൊന്നും കാണുന്നതായിരുന്നു അല്ലേ? ആ കാലൊക്കെ മാറി നമ്മുടെ കുട്ടികളുടെ ജീവിത ശൈലി മാറി, കുട്ടികളുടെ കുഴപ്പമുണ്ടെന്ന്. എല്ലാവർക്കും നമസ്കാരം.
ചേട്ടനും മേടിച്ചിലും അച്ഛനോട് പഠിച്ച സ്കൂളിൽ തന്നെ മുഖ്യ അതിഥിയായിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് എന്താ പറയുക, എനിക്ക് സന്തോഷമുണ്ട്, അതിലുപരി അഭിമാനമുണ്ട്. സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയ സന്തോഷം കൂടുതലൊന്നും പറയുന്നില്ല. അത് നമ്മുടെ മേഴ്സി ടീച്ചറെയാണ് ആദരപൂർവ്വം ക്ഷണിക്കുന്നത്. നമ്മുടെ ജെസ്സി ടീച്ചറിനെയാണ്. എന്നെയൊക്കെ എന്ന് പറഞ്ഞത് ഒരു 3 മാസം മേഴ്സി ടീച്ചറിന്റെ ഒരു ലീവിൽ വന്നിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ജെസ്സി ടീച്ചറിനെ ശരിക്കും പഠിപ്പിക്കാനുള്ള ഒരു യോഗം കിട്ടിയിട്ടുള്ള ഞങ്ങളുടെ ശേഷം വന്നതിന് കുറച്ചുകൂടി ബാക്കി വന്നിട്ടുള്ളത് തലമുറക്കാണ്. എന്തായാലും ആദരപൂർവ്വം ജെസ്സി ടീച്ചറിനെ ക്ഷണിക്കുന്നു നമ്മുടെ ശിശിര മോളെ. ഇനിയുള്ളത് ഞങ്ങളുടെ മാഷ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ അത് ചേർത്തി തരാം. ആദരപൂർവ്വം ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ചേർത്തിയെ ക്ഷണിക്കുകയാണ്. മോളാണ് ഈ ശിശിര മോള്. ഏറ്റവും സ്നേഹത്തോടെ ബാബുട്ടിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഹാർദവമായി ക്ഷണിക്കുന്നു. ബാബുട്ടിനെയും ബാബുട്ടിന്റെ ഭാര്യയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തത് നമുക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട റഹീമിന്റെ മകൾ റിംഷയെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ഉപജില്ലാ ശാസ്ത്രമേളയിലെ വിജയിയായിട്ടുള്ള സജയ് വി എം. അടുത്തതായിട്ടുള്ള സ്കൂളിലെ കലോത്സവ വിജയിയായിട്ടുള്ള മുഹമ്മദ് ഫായിസ്. അടുത്തതായിട്ട് ഐഷ കെ ആർ. ഇനിയുള്ളത് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സംഗീത് ആൻഡ് ശ്രീരാം. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ് ഇവര്. ഇനി നമുക്ക് ആദരിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലൈലത്ത, അവരുടെ കൂടെയുള്ള ഒരു ബാച്ച് ഉണ്ട്. അവരെ ആദരപൂർവ്വം നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ഏറ്റവും മുതിർന്ന ബാച്ചുകളിൽ പെട്ട കുറച്ച് ആളുകളാണ് അവരെ ഞാൻ ആദരപൂർവ്വം ഒരുപാട് സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നമ്മുടെ ഏറ്റവും മുതിർന്നവരായിട്ടുള്ളവരാണ് നമ്മുടെ ഇനിയും നമ്മുടെ പ്രോഗ്രാമുകളിൽ നമ്മൾ ക്ഷണിക്കും. നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും വരണം. നമ്മൾ നൽകുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നാസർക്ക, അതുപോലെ തന്നെ ജിൻഡോ, നമ്മുടെ ജോസഫ് ഏട്ടൻ, ജോഷി ഏട്ടൻ, നമ്മുടെ ഇവിടെയുള്ള എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കുട്ടികളൊക്കെ ഉണ്ടാവും എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവരൊക്കെ കുഞ്ഞു കുഞ്ഞേ മക്കൾ, എൻ്റെ മക്കള്, എൻ്റെ മോൻ, എൻ്റെ മോള്, അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്നെ വിളിക്കാൻ വന്ന എൻ്റെ മക്കള് ഞാൻ അവർ വലുതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞു മക്കളല്ലേ, കുഞ്ഞിരാക്കൾ എൻ്റെ അച്ഛന് എനിക്കാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ കുട്ടികളെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്താ. പക്ഷെ എനിക്ക് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഇവിടെ വന്നപ്പോഴും ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടും എനിക്ക് മക്കളില്ലാത്തൊരു ദുഃഖം ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ശരിക്കും ഇപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടില്ലേ എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ ഞാൻ എത്രമാത്രം എൻ്റെ മക്കളെ സ്നേഹിച്ചോ അത്രമാത്രം ഞാൻ എവിടെ ചെന്നാലും എനിക്ക് മക്കളുണ്ട്. അവിടെ ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മക്കളാണ്. അവരെന്നെ നന്നായി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വന്നിട്ടേ എൻ്റെ മക്കളുടെ ഓരോ കുടുംബവും എൻ്റെ ഒപ്പായിരുന്നു. അവർക്ക് ഞാൻ എന്റെയാണായിട്ട് കണ്ടുള്ളത്. ഞാൻ എൻ്റെ മക്കളെ ശിക്ഷിച്ചിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വരുന്നതൊക്കെ. പക്ഷെ അന്ന് എനിക്ക് ഒരു വിഷമമില്ല. പക്ഷെ അന്ന് ഞാൻ ശിക്ഷിച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പൊട്ടി കയറി. പിറ്റേ ദിവസം ഞാൻ പോകുമ്പോൾ മക്കളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ട? ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയതൊക്കെ കൊണ്ടുവരും എൻ്റെ മക്കൾക്ക് വെക്കാൻ. എനിക്കിത് മാത്രം ഉണ്ടായിരുന്നില്ല, പല പഠന രീതികൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വന്നു. പക്ഷേ ഞാൻ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. ഞാൻ വന്ന് കയറിയപ്പോൾ 4ാം ക്ലാസ്സിലാണ് വന്നത്. 1 or 2 മക്കൾക്ക് നന്നായി എഴുതാനും വായിക്കാനും കിട്ടുന്നല്ലാതെ നന്നായി എഴുതാനും വായിക്കാനും എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് എൻ്റെ മക്കളെ എഴുതാനും വായിക്കാനും കിട്ടണം, കൂട്ടാനും കുറയ്ക്കാനും കിട്ടണം, ഗുണിക്കാനും ഹരിക്കാനും കിട്ടണം. അപ്പം അവർ മിടുക്കരായിക്കോളൂ. അവർക്ക് ആരും വേണ്ട. പിന്നെ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കുറേ എൻ്റെ കയ്യിൽ വന്ന ഓരോ മക്കളും ഒരാൾ പോലും എന്നിൽ നിന്ന് ഞാൻ നോക്കാതെ വിട്ടുപോയിട്ടില്ല. എനിക്ക് അവർക്ക് വായിക്കാൻ, കൂട്ടി വായിക്കാനും അക്ഷരം കിട്ടണം. അതാണ് എൻ്റെ ഒറ്റ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഒരു തക്കല പരീക്ഷ ആവും. ഞാൻ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞാൽ മതി, അവർ പിന്നെ വളരെ ദുർലഭ മക്കളും ഉണ്ടാവും. എന്നെ നെഞ്ചു തൊട്ട് എനിക്ക് പറയാം, ഞാൻ വർക്ക് ചെയ്ത കാലം മുഴുവനും എൻ്റെ മക്കളുടെ കൂടി, എൻ്റെ മക്കളുടെ വീട്ടുകാരുടെ കൂടി, അവരുടെ മക്കളിൽ നിന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായി അവരെന്നോട് വന്ന് പറയും. ഞാൻ സ്വകാര്യമായിട്ടെല്ലാം കണ്ടുകൊടുക്കുന്നു. വൈകുന്നേരം ചെന്ന് ഞാൻ മക്കൾക്ക് വേണ്ടി തമ്പരാനെ വിളിച്ചു. ബുദ്ധിയും ബുദ്ധിയിൽ ഇതൊന്നും വന്നില്ലെങ്കിലും നല്ല സ്വഭാവം ഉണ്ടായി. കുറച്ച് വായിക്കാനും എഴുതാനും കിട്ടിയ എൻ്റെ മക്കളെ രക്ഷിക്കും. അത്രമാത്രം ഞാൻ രക്ഷിതാക്കളെ സ്നേഹിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് മക്കളില്ലാത്തവരെ ഞാൻ ദുഃഖിച്ചിട്ടേ ഇല്ല. എൻ്റെ ജീവനായിരുന്നു എൻ്റെ മക്കളും എൻ്റെ മക്കളുടെ കുടുംബക്കാരും. ഇന്നിവിടെ വന്നപ്പോഴേ എനിക്ക് എന്താ പറയുക, എനിക്ക് വരാൻ പറ്റിയ സാഹചര്യമൊന്നുമല്ല. സുഖമില്ലാതിരിക്കുന്നു. ഇതുവരെ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം സുഖമില്ലാതിരിക്കുന്നു. എനിക്ക് വരാൻ പറ്റില്ല. എന്നാലും എൻ്റെ മക്കളെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾ വണ്ടി കൊണ്ടുവരാം ടീച്ചർ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ഞാൻ വന്നു, ഞാൻ വരാം. ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾ തന്ന സ്നേഹത്തിന് എന്തുമാത്രം നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ത്രേസ്യ, അവരുടെ മക്കള്, ത്രേസ്യനും മറക്കാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ എന്നോട് വന്ന് പറയും. പ്രസവിക്കാൻ പോണ അമ്മമാർ വരെ എന്നോട് പറയുന്നു മക്കളെ നോക്കുള്ളൂ. സ്കൂളിൽ വന്നാൽ മുടി കെട്ടി കൊടുക്കാനും വളക്കടിച്ചു കൊടുക്കാനും ഒന്നും ഞാൻ മറന്നില്ല എൻ്റെ മക്കളെ. പക്ഷെ അതിനൊക്കെ ദൈവം കെട്ട് കണക്കിന് എനിക്ക് സമ്മാനം തന്നു. ഒരു വിഷമം കൂടാണ്ട് ടീച്ചർ ജീവിച്ചു. എവിടെ ചെന്നാലും ദൈവം കയ്യിൽ മക്കളെ തന്നു. ഇന്നും എൻ്റെ മക്കളാണ് എന്നെ കൊണ്ടുവന്നത്.
എനിക്കതിലൊക്കെ എത്ര പറഞ്ഞാലും മറക്കില്ല. അതൊക്കെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും എനിക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത്, അതാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാനുള്ള കാരണം. എൻ്റെ മക്കളെ കാണുമ്പോഴേ എൻ്റെ മക്കളുടെ രക്ഷിതാക്കൾ നെഞ്ഞ് കെടുന്ന് ഇട്ടിക്കുകയാണ് വന്നത്. പിന്നെ സന്തോഷം കൊണ്ടാണ്, വേറെ ഒന്നല്ല. ഞാൻ അന്ന് ഡാൻസ് പഠിപ്പിച്ചതും എല്ലാ കാര്യത്തിലും ഇല്ലേ അതാണ് നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ മോള് വലുതായിട്ടില്ല, എൻ്റെ കുഞ്ഞെ കുട്ടിയത് അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നത്. അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊക്കെ എന്നോട് നല്ല ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് പറയാം, ഞാൻ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട്, എൻ്റെ രക്ഷിതാക്കളെ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട്. അവരെനിക്ക് അങ്ങനെ തന്നിട്ടുണ്ട്. എവിടെ വെച്ച് എന്നെ കണ്ടാലും എൻ്റെ മക്കള് ടീച്ചറെ വിളിക്കാതെ പോയിട്ടില്ല. ഇന്ന് വരെ ആരും പോയിട്ടില്ല. അപ്പൊ എനിക്ക് നല്ല എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ ആവേ മരിയ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ. എല്ലാ ക്ലാസ്സിലും കുട്ടികൾ കുറവായിരുന്നു. അപ്പോൾ 10-15 കുട്ടികളാണ് നടന്നത്. ആ കുട്ടികളൊക്കെ നല്ലോണം സ്നേഹത്തിലും എല്ലാ കുട്ടികളും സ്വന്തം മക്കളെ പോലെ കരുതി പഠിപ്പിച്ചു. അവർക്ക് നല്ല സ്നേഹം ഉണ്ടായിരുന്നു. ടീച്ചർമാരുടെ എവിടെ കണ്ടാലും അവരപ്പം വിളിക്കും. അങ്ങനത്തെ കുട്ടികളാണ്. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആകെ ഇതായി. ഇത്ര വലിയ പരിപാടികളൊന്നും നടക്കണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ ഇത്ര വലിയ പരിപാടി കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആകെ ഞെട്ടിപ്പോയി. അപ്പോൾ ഇതിൻ്റെ പിന്നാങ്ങിയവർക്ക് എല്ലാവർക്കും എൻ്റെ വക നന്ദി. എൻ്റെ കൂടുതൽ അതൊന്നും ഞാൻ പറയില്ല. നന്ദി, നമസ്കാരം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളെ പോലെ അവിടെ ഇരിക്കേണ്ട ആളുമാണ്, ഇവിടെ ഇരിക്കേണ്ട ആളുമാണ്. ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ 1-ാം ക്ലാസ്സിൽ പഠിച്ച് 4-ാം ക്ലാസ് വരെ പഠിച്ച് ഇവിടെ നിന്ന് ഇത് 4 കൊല്ലം ഇവിടെ നിന്നിട്ടുള്ള ബാക്കി സമയം മുഴുവൻ ഞാൻ ഈ കോമ്പൗണ്ടിലുണ്ട്. ഞാനിവിടെ 4-ാം ക്ലാസ് കഴിഞ്ഞ് 8-ാം ക്ലാസ് വരെയാണ് കോൺവെന്റിൽ പോയത്. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടുത്തെ ആദ്യത്തെ കോഴ്സായ മധ്യമ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇവിടെ ഉണ്ട്. ഈ കോളേജിൽ തന്നെ ഞാൻ എൻ്റെ 14 വയസ്സിന് മുമ്പേ ഞാൻ ഇവിടെ വീണ്ടും വന്നു ചേർന്നു. ഇവിടെ 10-12 കൊല്ലം ഈ കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ. അതിനുശേഷം ബി.എഡും ആചാര്യമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഞാൻ നമ്മുടെ ഈ LP സ്കൂളിലാണ് പെർമനന്റ് പോസ്റ്റ് വന്നത്. ഞാൻ ആദ്യം ഹൈസ്കൂളൊക്കെ ഈ വേക്കൻസിക്ക് പോയിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് പെർമനന്റ് പോസ്റ്റോട് വന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് നമ്മുടെ സ്കൂളാണല്ലോ, അപ്പാപ്പൻ്റെ സ്കൂളാണ്. വീട്ടിൽ കുര്യാക്കോസ് മാഷൻ്റെ അപ്പാപ്പൻ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ മക്കളും ഇവിടെ പഠിച്ചവരാണ്. വല്യപ്പനും അപ്പനും ഒക്കെ ഞങ്ങൾ ഈ കോളേജിലെ സ്റ്റാഫ്. എന്നെ ഈ മൈക്കിന് മുമ്പിലേക്ക് നിർത്താൻ പഠിപ്പിച്ചത് എൻ്റെ ഉണ്ണിമാഷ് വല്യപ്പനാണ്. അദ്ദേഹത്തിനും വീട്ടിൽ കുര്യാക്കോസ് ഉണ്ണിമാഷക്കും ജോസ് മാഷുമായ എൻ്റെ പിതാവും എല്ലാവർക്കും ഞാൻ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. പിന്നെ എൻ്റെ മുമ്പിൽ കിട്ടിയിട്ടുള്ള എല്ലാ കുഞ്ഞുമക്കളെയും ഞാൻ സസന്തോഷം എൻ്റെ കഴിവിൻ്റെ പരമാവധി എത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഏത് മത്സരങ്ങൾക്കായാലും ക്ലാസ്സിലായാലും എന്ത് കാര്യങ്ങളിലായാലും പേജിനായാലും എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നല്ല കുട്ടികൾ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഏതാണ്ടുള്ള എല്ലാവരെയും പറ്റിയാണ്. എല്ലാ വീടുകളിലും ഞങ്ങൾ ഏതാണ്ടൊക്കെ എല്ലാ സമയങ്ങളിലും എത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എന്നെ ഒരുവിധം നല്ല പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ ഈ സ്കൂളിനെയോ ഈ പരിസരങ്ങളെയോ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ അതുപോലെ ഞങ്ങളെയും ഒരിക്കലും മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കൂളിനെല്ലാ ഭാവങ്ങളും നേരുന്നു. വളരെ താല്പര്യത്തോടെ കൊണ്ടു നടത്തുന്നുണ്ട്. അതുപോലെ എല്ലാം എത്തിച്ചേരട്ടെ, ഭംഗിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ
ടീച്ചർ കുറേ കാലം അതിനു മുമ്പ് ഞാൻ എൻ്റെ അക്ഷരദീപം ആദ്യ അക്ഷരത്തിൻ മന്ത്രമോതും ഗുരുവിൻ ചാരേ വന്നീടുവിൻ വിദ്യാദേവി കനിഞ്ഞു നൽകും അക്ഷരദീപം വിളിച്ചിടാനായി വരുവിൻ വിദ്യാനികേതനത്തിൽ പ്രഭാത കിരണങ്ങളേറ്റുവാങ്ങി തുറുതുറുപ്പോടെ അനുദിനവും സാക്ഷരരായെന്ന് മുന്നേറുവാൻ കൂട്ടരോടൊത്തു കളിച്ചിടുവാൻ കൂട്ടരോടൊത്തു പഠിച്ചിടുവാൻ കൂട്ടരോടൊത്തു വളർന്നിടുവാൻ കൂട്ടരോടൊത്തു ജപിച്ചിടുവാൻ മാതാപിതാ ഗുരു ദൈവമെന്ന് സ്മരിച്ചിടുവാൻ നാം മനസ്സുകളിൽ ആയുഷ്കാലം അതിൻ്റെ ഗുണം നമ്മളിൽ നിഴലിക്കുമെന്നുമെന്നും അക്ഷരം നേടിയ വിദ്യാലയത്തെ ഓർത്തുകൊണ്ടും നമ്മളെല്ലാവരെയും ഓർത്തുകൊണ്ടും ഈ അക്ഷരത്തിന്റെ ഒരു മുന്നിലായൊരു കൂട് കണ്ടു തെച്ചിച്ചെടി കണ്ണിലകൾ കടിയിലായി നാരുകൊണ്ടുള്ളതാം കൊച്ചുകൂട് ഏതു കിളിയതിൻ കൂടാനിതെന്ന് നിറ്റം നേരമൊട്ടും അറിഞ്ഞതില്ല വട്ടത്തിൽ നെയ്തതാമിക്കിളിക്കൂടിന്റെ ഭംഗി കണ്ടങ്ങനെ നിന്നുപോയി ചെറ്റുനേരം കഴിഞ്ഞീണത്തിൽ കേൾക്കുന്നു കുഞ്ഞിക്കിളിതം കളകളങ്ങൾ പിന്നെങ്ങോ ദൂരെ പറന്നു പോയ കിളി കൂടിങ്ങുപേക്ഷിച്ചു പോയതാവാം ഇക്കിളിക്കൂടിന്റെ ചാരുത കണ്ടപ്പോൾ ഞാനതെടുത്തിങ്ങു കൊണ്ടുപോന്നു നിങ്ങളും കണ്ടു രസിക്കട്ടെ എന്നെ ഉള്ളിന്റെ ഉള്ളിലായി മോഹമുണ്ടായി ഇക്കിളിക്കൂട് കണ്ടങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃത്തിലും കിളിയുണരും. ഞാൻ അധികം പറയുന്നില്ല, കാരണം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നെ കുറിച്ചൊക്കെ പേജൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനത്തെ ടീച്ചറാണ് ഇവിടുത്തെ ഈ സ്കൂളിൽ. പക്ഷേ വന്നിട്ട് 31 വർഷപ്പോഴും ആയിട്ടാണ്. 31 വർഷത്തെ പല സർവീസ് പാരമ്പര്യം എനിക്കുണ്ട്. ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സദസ്സ്. അപ്പോൾ ഇതിനു വേണ്ടി പ്രയത്നിച്ച നമ്മുടെ അവസരം അടക്കം ഉള്ള എല്ലാ സംഘാടക സമിതിയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എന്തായാലും ഇങ്ങനെ എല്ലാവർക്കും കൂടി ഇനിയും എത്രയും കുട്ടികളിവിടെ വന്ന് ചേരാനുണ്ട്. അറിയാത്ത കുറേ പേരുണ്ട്. എൻ്റെ ചേട്ടൻ്റെ മോളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ പേര് ഇനി ഇവിടെ എത്താണ്ട്. അതുപോലെ എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഈ സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പോൾ അവരൊന്നും പലപ്പോഴും ഇത് അറിഞ്ഞിട്ടാവില്ല. കാരണം ഫോൺ സൗകര്യം ഇല്ലാത്തവരുണ്ടാവും. ഫോണൊക്കെ പ്രായമായവർ ഫോൺ നോക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അറിയാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സദസ്സിൽ ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. വളരെ സന്തോഷം തോന്നുന്നു. ഓക്കെ. ഈ കൂട്ടത്തിൽ വന്നിരിക്കേണ്ട ഒരാളാണ് നമ്മുടെ റോസ്ലി ടീച്ചർ. ആള് അത്രയും സുഖമില്ലാത്ത കാരണം ഞങ്ങൾ ഇന്നലെ പോയി കണ്ടിരുന്നു, സംസാരിച്ചു. എന്താ പറയാ, ഒരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റാതിരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം സ്കൂളിന്റെ മാനേജർ കുര്യൻ ചേട്ടനാണ് അതിലൂറും ശരി. ഞാനൊരു പ്രസംഗികനൊന്നല്ല, എന്നിരുന്നാലും ഇന്നത്തെ ദിവസം ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇപ്പം അടുത്ത കാലത്തൊന്നും ഇത്രയധികം കുട്ടികളോ രക്ഷിതാക്കളോ ഒരുമിച്ച് നമ്മളുടെ ഈ ഒരു വിദ്യാലയത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. അതും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു സംഘടിപ്പിക്കാൻ സാധിച്ച നമ്മളുടെ കോർഡിനേഷനെ വളരെയധികം നന്ദി പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞവരോട് ഞാൻ തന്നെ അതിശയിച്ചു പറയും, എങ്ങനെ ഇത്ര പെട്ടെന്ന് സാധിച്ചു. അത് മാത്രമല്ല, അവരുടെ എല്ലാ വീടുകളിൽ പോയി ക്ഷണിക്കുക എന്ന് പറയുന്നതും വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഇത് ആവശ്യമായി അവർ അംഗീകരിച്ചു. അതുകൊണ്ട് അവരുടെ എല്ലാവരും വീട്ടിൽ പോയി. എല്ലാവരും ഇപ്പോൾ വയറ് വിശന്നിട്ടാണ് ഇരിക്കുന്നത്. എന്നോട് ക്ഷണിക്കണം, അധികമില്ല, എൻ്റെ പരിപാടികളൊന്നും കാര്യമായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ പരിപാടി വളരെയധികം ഭംഗിയായി നടത്തിയതിന് എല്ലാവരോടും നിങ്ങളോടും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നിങ്ങൾ ആരും എത്തിയില്ലെങ്കിൽ നമ്മുടെ പരിപാടി വിജയിക്കില്ല. അതുപോലെ ഇനിയത്തെ ഒരു പരിപാടി കൂടി ഈ ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ജെസി ടീച്ചറുടെ ഒരു ഇത്, എൻ്റെ വൈഫ് ആൾക്ക് ഇതേപോലെ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമെന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ അതും കൂടി
എല്ലാവരും കൂടി വന്ന് നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കണം. ഓക്കെ, താങ്ക് യു. സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ നാസർ ഖാനെ ആദരപൂർവ്വ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതെ, പ്രസംഗിച്ച് വലിയ പരിചയമൊന്നുമില്ല, മുട്ടുകാല് കറക്കുന്നുണ്ട്. ഈ പരിപാടിയൊക്കെ വളരെ ഗംഭീരമായി. ഇപ്പൊ അഫ്സലിനെ പരിചയം ഉണ്ടായിരുന്നില്ല, ഞാൻ വിളിച്ച് എൻ്റെ പെങ്ങളാണ് സുബൈദിന്ന് പരിചയപ്പെടുത്തിയത്. അപ്പൊ ആ ഗ്രൂപ്പിലൊക്കെ വന്ന് അങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ എനിക്ക് ടൈപ്പ് ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ സ്കൂളിൽ കയറാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ സ്കൂളിൽ പഠിച്ചതിൻ്റെ വലിയൊരു അനുഭവം തന്നെയാണ്. വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ജോസഫ് അർജുനൻ മരിച്ചുപോയി, വർഗീസ്, പിന്നെ എൻ്റെ സേവി മാഷാണ്, എന്നാലും എൻ്റെ സേവി, പിന്നെ ഷാജഹാൻ ആൾ ഗൾഫിലാണ്, മുഹമ്മദ് ഉണ്ണി, പിന്നെ വിൻസെന്റ്, ജേക്കബ് അവരുടെ കണ്ടില്ല, രാജു, മോഹനൻ, സുബൈർ, ലത്തീഫ്, ഷീബ, സുനന്ദ, സുശീല, ഹാജറ മരിച്ചുപോയി, സുബൈറ, ഫൗസിയ, പിന്നെ കുറെ ആൾക്കാർ നമുക്ക് ഓർമ്മയില്ല. പിന്നെ കാതർമോന് ഒരു കലാവിരുദ്ധമൊക്കെ ഉണ്ടായിരുന്നു, ഈ കളിമണ്ണുകൊണ്ട് ആനനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആളുണ്ടാക്കിയായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ സ്കൂളിൽ കൊടുന്നു, അങ്ങനെ ടീച്ചേഴ്സൊക്കെ കണ്ട് അപ്പോൾ അത് ആരുണ്ടാക്കി വെച്ചപ്പോൾ കാതർമോനാന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഒരു കുട്ടിക്ക് ഭയങ്കര കഴിവുണ്ടെന്ന് കാതർമോനെ വിളിച്ച് കാതർമോൻ ചടഞ്ഞ് അവിടെ വന്ന് നിന്ന്. അത് കഴിഞ്ഞ് കാതർമോനെ അവിടെ വെച്ച് ആദരിച്ച് അവിടെ ഒരു ഓഫീസ് റൂം പോലത്തെ ഉണ്ടായിരുന്നു. അത് ചിലരൊക്കെ പിടിച്ചൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു സ്റ്റാൻഡ്, അതിൽ ആദരപൂർവ്വം ആനവിടെ വെച്ച് അദ്ദേഹത്തിന് നല്ലൊരു കഴിവുണ്ടായിരുന്നു. ഇതിന് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഈ സ്കൂളിനകത്ത് വിനിയോഗിച്ചത് എനിക്ക് അന്നത്തെ ഫെസ്റ്റിവൽ എന്താണെന്ന് അറിയില്ല, ഈ CKC മറ്റേ ഗവൺമെൻറ് അവിടെ ഒരു LP സ്കൂളുണ്ടായിട്ട് സൈഡിൽ അവിടേക്ക് ഒരു 5-8 സ്കൂളുകളിൽ തൊട്ടറുപടി എല്ലാ സ്കൂളുകളും വരുന്നത്. അതിൽ 2 പ്രാവശ്യം പ്രസംഗ മത്സരത്തിന് ഞാൻ പോയിട്ടുണ്ട്. ഒന്ന് ചാച്ചാനാഗർ വരുന്നു എൻ്റെ ഓർമ്മ. അതൊരു 1.5 മാസം പഠിക്കും, അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പെങ്ങളുടെ സുബൈദിനും ട്രെയിൻ ചെയ്യുക, എല്ലാ സ്ഥലത്തും കുളിക്കണോടത്തും ഇവിടെ വെച്ചിട്ട് തന്നെ ചീത്ത വന്നിട്ട് പഠിച്ചിട്ട് ഒക്കെ ആക്കിയിട്ടും പഠിപ്പിച്ചെടുത്ത് വളരെ ഭംഗിയായി പ്രസംഗിച്ച് സെക്കൻഡ് കിട്ടി, 2 പ്രാവശ്യം സെക്കൻഡ് കിട്ടി. അപ്പം എന്നെ അവിടെ സ്കൂളിൽ അന്ന് ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കയ്യെഴുത്തിന് ഫസ്റ്റ് കിട്ടിയത് എൻ്റെ ഓർമ്മ അപ്പുറത്ത് ബഷീറുണ്ടായിരുന്നു, കാതർ മാസ്റ്ററൊക്കെ ബന്ധമായിട്ട് അദ്ദേഹത്തിനാണ് അന്ന് കിട്ടിയത്. പിന്നെ ഫസ്റ്റ് കിട്ടിയത് തോമസ് മാസ്റ്ററുടെ ഒരു മോളാണ്, നമ്മുടെ പുതുമശ്ശേരി റോട്ടിലുള്ള ഒരിക്കലും ലിൻസി നന്ദൻ പെൺകുട്ടിയാണ്. നന്നായിട്ട് അന്ന് പ്രസംഗിക്കാൻ പറ്റും. പിന്നെ സെന്റ് ജോസഫിലേക്ക് തന്നെ കൊണ്ടുപോയില്ല, അത് ഈ കുന്നിക്കുരു ഇങ്ങനെ വൃത്തത്തിൽ എറിഞ്ഞിട്ട് അതിങ്ങനെ പറക്കെടുക്കൽ മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോഷി. ഈ സ്കൂളിൻ്റെ കുറച്ച് കിഴക്കേ ഭാഗത്താണ് വീട്. ഇവിടെ പഠിപ്പിച്ചിരുന്ന റോസ് ടീച്ചറുടെ ബന്ധുവാണ്. അപ്പോൾ റോസ് ടീച്ചറാണ് എൻ്റെ സ്കൂളിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അതിന് ഈ സ്കൂളിൻ്റെ സൈഡിൽ അപ്പുറത്ത് പുളിജോസാറിൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു വഴിയുണ്ട്. ആ വഴി ഇവിടെ പോയി വരും. അങ്ങനെയാണ് ഞാൻ 80 ഇവിടുന്ന് പോയിട്ടുണ്ട്. 1980 ഞാൻ 4ാം ക്ലാസ് പാസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ ഇപ്പോൾ ഇവിടെ ആരുമില്ല. മണി ടീച്ചർ, മാർഗരറ്റ് ടീച്ചറൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അന്നത്തെ സപ്തര ലോക മനോഹരമായുള്ള ചിത്തിരാമാസമാനിതു ആ പാട്ടുകൾ, ആഞ്ഞുദയൻ മാവിൻ്റെ കൊമ്പൂലകൾ, അതൊക്കെ എനിക്ക് ഇപ്പോഴും പഠിപ്പിച്ചതിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത്രയും വെള്ള പതിവൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് ഇപ്പം 3 ഡേയ്സില്ല, പക്ഷെ അന്നത്തെ പതിവൊന്നും ഉള്ളത്തിൽ ഭയമേറുക മൂലം ആ പദ്യങ്ങളൊക്കെ അതൊക്കെ എൻ്റെ മനസ്സിലിപ്പോഴും തങ്ങി നിൽക്കുകയാണ്. ഈ സ്കൂളിൽ പഠിച്ചതിന് ശേഷം ഞാൻ അധികം വരാറില്ല. ഇപ്പം കുറച്ച് അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാ കൊല്ലവും. ജൂൺ 1-ാം തീയതി വരാറ്, അത് ജസ്റ്റിലേക്ക് വരും. ഇപ്പം ജൂൺ 1-ാം തീയതി എല്ലാ കൊല്ലം അടുപ്പിച്ച് വരുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മലയാള മനോരമയിലാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഏരിയയിലെ ലേഖനമാണ്. അപ്പോൾ ആരുമില്ലാത്ത സ്കൂള് അതൊരു വാർത്തയാണ്. അത് നോക്കിയിട്ടാണ് ഇപ്പോൾ ജൂൺ 1-ാം തീയതി ഇപ്പോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചർ, ഒരു കുട്ടി, അങ്ങനെ. അപ്പോൾ അത് നമുക്കൊരു വാർത്തയാണ്. അങ്ങനെ 2-3 കൊല്ലമായിട്ട് ഇപ്പം അങ്ങനെയാണ് വരുന്നത്. പക്ഷെ എൻ്റെ ഒരു വിഷമമുണ്ട്, കാരണം ഞാൻ പഠിച്ച ഒരു സ്കൂള് അങ്ങനെ അബോളിഷനായിട്ട് പോകാൻ പാടില്ല എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ രക്ഷിതാക്കൾ തന്നെ അതിന് മനസ്സിലാക്കാനാണ് അങ്ങനെ കുട്ടികൾ കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും ജസ്റ്റ് ടീച്ചർ എന്തായാലും റിട്ടയർമെൻറ്റ് നമ്മൾ തന്നിട്ട് അതിപ്പോൾ ഉറപ്പായില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മുമ്പാണ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത്. എന്തായാലും വിളിച്ചതിലും സംസാരിക്കാൻ വിളിച്ചതിലും വളരെ സന്തോഷം. നമ്മുടെ സമയത്തുണ്ടായിരുന്ന ടീച്ചർമാർ ഇപ്പം ഇതിൽ ആരുമില്ല. അങ്ങനെയൊക്കെ. അപ്പം അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ വിളിക്കുന്നത്, ഇന്നലെയാണ് ആളിവിടെ നാട്ടിലെത്തിയത്, ജാഫർക്ക. ആദരപൂർവ്വം നമസ്കാരം. ഇവിടെ പ്രത്യേകിച്ചൊരു ഔപചാരികത ആവശ്യമില്ല, എന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴേ നാസർക്കാട് ഓർമ്മകളും
പിന്നെ നാസറയുടെ ഓർമ്മകൾ കേട്ടപ്പോൾ നാസറൊക്കെ എത്രത്തോളം ഇതൊക്കെ മൂത്തതാണെന്നുള്ള ഞാൻ മനസ്സിലായത്. കണ്ടാൽ തോന്നില്ല. പിന്നെ ജോഷി എൻ്റെ സുഹൃത്താണ്, പക്ഷെ അവന് എത്രത്തോളം ഓർമ്മശക്തി ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പഴയ പാട്ടുകളൊക്കെ പാടിയത്. ഇവിടെ ഈ സ്കൂളിൽ പഠിച്ചവര് പലർക്കും എന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടായി, ഇപ്പം ഇങ്ങനെ കണ്ടിട്ട് ഓർമ്മ ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയും. നിങ്ങൾ കയറി വരുന്ന ആ പടിയുടെ ഓപ്പോസിറ്റുള്ള വീടാണ്. ഉപ്പയുടെ പേര് ജമാലിനായിരുന്നു. അപ്പോൾ അങ്ങനെ അറിയാം. ഇവിടെ ഈ സ്കൂളിൽ ഞാൻ 84 ബാച്ച്, അതായത് നാസർക്കാട് അനുജൻ്റെ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്, സുധീരുടെ കൂടെ. ഞങ്ങൾ ഒരു ബാച്ചായിരുന്നു. ഞാൻ, ഒരു ജാഫർ വേറെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബഷീർ. ഞങ്ങൾ അങ്ങനെ ഒരു ബാച്ച്. ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഓമൻ ടീച്ചറും മക്കളാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞങ്ങളോട് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറെ കാണാൻ വന്നപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് എൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ആ മകനായി തന്നെ ഇപ്പോഴും നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ടീച്ചറെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റിമെന്റൽ മൊമെന്റ് ഞങ്ങളിപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ ഉണ്ടായി. അതെനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ തന്നെയാണ്. ഞാനിവിടെ വരുമ്പോഴും അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ടീച്ചറെ കാണുമ്പോൾ പറയണം, അന്വേഷിക്കണം എന്നാണ്. സുധി ടീച്ചറെ കണ്ടിരുന്നു, പക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആളിപ്പോൾ പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അതിലേക്ക് പോയതാണ്. എന്തായാലും ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നല്ല ഓർമ്മകളുള്ളവർ തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളവരെല്ലാവരും. നമുക്ക് ഈ സ്കൂൾ തന്നിട്ടുള്ളത് ഇന്നും ഓർമ്മയുണ്ട്. ടീച്ചർ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ എനിക്കൊരു ടീച്ചർ അടുത്തുനിന്ന് ഒരു അടി കിട്ടിയത് ഞാൻ പഠിക്കാതിരുന്നിട്ടല്ല. ഞാൻ നല്ല പോലെ പഠിച്ചിരുന്നു. പക്ഷെ എനിക്കൊരു അടി കിട്ടിയത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തത് കൊണ്ടാണ്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും 3rd പഠിക്കുമ്പോഴേ അന്ന് ഉപ്പുമാവ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ ഉപ്പുമാവിന് ചോറുമാവ് കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത കുട്ടികളുടെ മുടി തരും ഞങ്ങൾക്ക്. പക്ഷെ അന്ന് മുടി കിട്ടില്ല. അപ്പൊ ഉപ്പുമാവ് തിന്നണം. അപ്പൊ ടീച്ചർ അറിയാതെ ബാഗിലുള്ള കോമളം ഞങ്ങളുടെ കൂട്ടുകാരി തന്നെയാണ്. അവളെ വീട്ടിൽ ബാഗിൽ പോയിട്ട് വാഴയുടെ ഇല പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഉപ്പുമാവ് കഴിച്ചു, ഞാൻ എൻ്റെ കൂട്ടുകാരി. പക്ഷെ കോമളയുടെ അമ്മ ബാഗിൽ ടീച്ചറെ വിളിച്ച് പറഞ്ഞു വാഴ ചെരിഞ്ഞു, കുട്ടികൾ വന്ന് ഇല പൊട്ടിച്ചു കൊണ്ടുപോയി. ഇന്ന് നമുക്ക് വാഴയുടെ ഇലക്കോ ചേമ്പിന്റെ ഇലക്കോ ഒരു വിലയില്ല. പക്ഷെ അന്ന് ആ അമ്മമാരത് നന്നായി പറഞ്ഞതായിരിക്കും. പക്ഷെ കൊച്ചു കുട്ടികളല്ലേ, 8 വയസ്സിലത് ചെയ്തത്. അന്ന് ജനലിന്റെ ബാക്കിൽ കൂടെ വന്നിട്ട് അമ്മ പറഞ്ഞു 2 കുട്ടികള് വാഴയുടെ ഇല പൊട്ടിച്ച കാരണം വാഴ ചെരിഞ്ഞു. പഠിക്കാത്തതിന് ഇതുവരെ എനിക്ക് അടി കിട്ടില്ല. പക്ഷെ സത്യം പറയാൻ കഴിഞ്ഞില്ല. ടീച്ചർ എന്റെ മുഖത്ത് നോക്കി. അപ്പൊ ഞാൻ വരച്ചു. അപ്പൊ ടീച്ചറെ എന്നെ വിളിച്ചിട്ട് അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് എന്റെ കയ്യിൽ അടി തന്നു. എന്തിനാച്ചാല് ജീവിതത്തിൽ ഒരിക്കലും ചോദിക്കാതെ ഒരു എല്ല പോലും നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിക്കരുത്. അന്നും ഇന്നും തൊട്ട് ഞാൻ അത് പാലിക്കുന്നുണ്ട്. എന്റെ മൺ ടീച്ചറെ അസുഖമായിരിക്കുമ്പോ ഞാൻ പോയി കണ്ടു. മരണത്തിന്റെ അവസരം ആ ടീച്ചറെ പഠിച്ച ആ പാഠങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. എന്നും നല്ല ഓർമ്മ മാത്രമാണ് ഈ സ്കൂൾ നമുക്ക് തന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എനിക്കിവിടെ ഇരിക്കുന്ന പല മുഖങ്ങളും അത്ര പരിചയമില്ല. കാരണം എൻ്റെ ഒപ്പം പഠിച്ചവരെക്കാൾ എല്ലാവരും മുതിർന്നവരാണ് വന്നിട്ടുള്ള എല്ലാവരും. എൻ്റെ ഒപ്പമുള്ള എല്ലാവരും മോസ്റ്റ് പ്രോബ്ലി എല്ലാവരും പുറത്തായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും ജോലിയിൽ തിരക്കിലായിരിക്കും. ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ മെസ്സേജ് കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആരാണെന്ന്. കാരണം ഞാൻ സീനിയേഴ്സിനൊന്നും എനിക്ക് പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വട്ടം റിക്വസ്റ്റ് വന്നു, ഞാനത് റിജക്റ്റ് ചെയ്തു. വീണ്ടും റിക്വസ്റ്റ് വന്നു, റിജക്റ്റ് ചെയ്തു. കാരണം ഞാൻ അറിഞ്ഞില്ല ഇങ്ങനൊരു ഇത് നടക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ കൊറിയനങ്കിളാണ് ഇപ്പോൾ 2 ദിവസം മുൻപ് എന്നോട് പറഞ്ഞത്. അപ്പോഴാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ ഇന്നാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. പിന്നെ ഇപ്പോഴും ഇന്നും ഞാൻ ജോലി തിരക്കിൽ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വീട് തൊട്ട് ഈ ഹോളിൻ്റെ തൊട്ട് ബാക്കിലാണ്. അപ്പോൾ ഓമൻ ടീച്ചർ മറിൽ ടീച്ചറും വന്നിട്ടുള്ള പേര് കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. കാരണം ജെസ്സി ടീച്ചറും മേഴ്സി ടീച്ചറും എൻ്റെ ആൻറ്റിമാരാണ്. അപ്പോൾ അത് കാരണം അവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും. അപ്പോൾ അതിലൊരു പ്രതിമയില്ല. പക്ഷേ ഓമൻ ടീച്ചറിനെയും മറിൽ ടീച്ചറിനെയും കാണാൻ ഇനി എന്താണ് പറ്റുന്നുള്ളത് എനിക്കറിയില്ല. ഒരു ഉച്ചഭക്ഷണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചടങ്ങിൻ്റെ ഔപചാരികമായ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി എന്നോടൊപ്പം രാവും പകലും ഇല്ലാതെ ഇന്നലൊക്കെ 12 മണിക്ക് വന്നിട്ടാണ് രാത്രി ഞങ്ങൾ അവിടെ ബോർഡ് കെട്ടുന്നത്. അതിലൊക്കെ എൻ്റെ ഒപ്പം നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജയ്ഫറിനെ
ക്ഷണിക്കുന്നു. ഒരു ദിവസം അത്രയും പ്രാധാന്യമുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടലും എല്ലാം ഉള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തേക്കുള്ള ലേശം ഡിലേ വന്നതിന് ക്ഷണം ചോദിക്കുന്നു. ഞങ്ങളുടെ അവസാനത്തെ നമ്മൾ നന്ദി പറച്ചിലിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന സഹപാഠികളെ, പാടികളെ, കാരണം ഒരുപാട് തലമുറകളുണ്ടല്ലോ. നമ്മുടെ കൂടെ പഠിച്ചിരുന്ന കുറച്ച് പേര് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ബൈജു, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ 4ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഇവിടെ കുളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജയപ്രസാദ് എന്നാണ് അവൻ്റെ ഏട്ടനും അനിയനും. ഏട്ടൻ കുളത്തിൽ വീണ് മരിച്ചു, അനിയൻ കുറച്ച് മുൻപ് അറ്റാക്കായി മരിച്ചു. അതുപോലെ തന്നെ റാബിയ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു, അവൻ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സീനിയർ, നിങ്ങളിപ്പോൾ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അതുപോലെ തന്നെ നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ നമ്മുടെ സ്വാഗതം പറഞ്ഞ ഷാവി മാഷ്, ഉദ്ഘാടകൻ ചന്ദ്രശേഖരൻ സാറ്, മുഖ്യാതിഥി സുസ്മിത, പിന്നെ ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരും, ഇതിന് സഹകരിച്ച എല്ലാവരോടും, ഇതിലെത്തിപ്പെട്ട എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ നന്ദി പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇവിടെ ഒത്തുകൂടാം. ഇവിടെ ആരുണ്ട്? അതാണ് വർഷം മതി മതില്ലേ ആർക്കാൻ പറ്റാത്ത വിദ്യാലയം അയക്കോ ജാതി നല്ലതൊക്കെ ഞങ്ങൾക്ക്
മാമ മാമ ഒന്നും മിണ്ടാണ്ടിരുന്നാലും കുട്ടിയാണ് നടക്കുമ്പോൾ കനവുകൾ